أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. صدق الله العلي العظيم. मुस्तफा जाने रहमत पे लाखों सलाम, शमाए बज़ में हिदायत पे लाखों सलाम. വലമുഹമ്മദ സയ്യിദിന വമൗലാന മുഹമ്മദ്. കരുണക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സൗരഭ്യ സുഗന്ധികളായ സഹാബത്തിന്റെ കൂടെ സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധു, മിത്രാദികൾ സർവരുടെയും മണ്ണറകളെ അല്ലാഹു മണിയറകളാക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ലോകത്ത് വിപ്ലവത്തിന്റെ പടപ്പാട്ടുപാടി മാറ്റത്തിന്റെ കാഹളം മുഴക്കിയ മുസ്ലിം ലോകത്തിന്റെ കണ്ണിലുണ്ണിയും ആത്മീയാചാര്യനുമായ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ സുന്ദരമായ ദിനരാത്രങ്ങൾ നമ്മിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാചക പ്രകീർത്തനത്തിന്റെ പേമാരി പെയ്തിറങ്ങുന്ന മദഹിന്റെ മജ്‌ലിസുകൾ നമ്മുടെ നാടുകളിൽ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് അവിടുത്തെ ആഴം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ അഅറാഫിന്റെ 157-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا. പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് എത്രയോ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവചനം നടത്തിയിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാര് ലോകത്തോട് കടന്നു വരുമ്പോഴും ദിവ്യ പ്രബോധനവുമായി, ധാർമ്മിക പ്രബോധനത്തിന് വേണ്ടി, ദൗത്യ നിർവഹണത്തിന് വേണ്ടി പ്രബോധനത്തിന്റെ ഗോതയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് തുടങ്ങിയിട്ടുള്ള പ്രവാചക ശൃംഖലക്ക് സമാപ്തി കുറിച്ചുകൊണ്ട് കടന്നു വരാനുള്ള മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ, അവസാനത്തെ പ്രവാചകൻ കടന്നു വരാനുണ്ട് എന്നതിനെ പറ്റിയിട്ട് ഓരോ പ്രവാചകന്മാരും ഇവിടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയല്ലദീ, എങ്ങനെയുള്ള പ്രവാചകനാണ്? നിരക്ഷരനായ പ്രവാചകനാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നിരക്ഷരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഐഡന്റിറ്റി അല്ല, ഒരു അഡ്രസ് അല്ല. എന്നാൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് ഉമ്മി എന്ന് പറയുമ്പോൾ അതൊരു അഡ്രസ്സാണ്. കാരണം സ്കൂളിൽ പോയിട്ടില്ലാത്ത, കോളേജിൽ പോയിട്ടില്ലാത്ത, ഒരു സർവകലാശാലയുടെ പടിമുറ്റം കണ്ടിട്ടില്ലാത്ത പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയുള്ള, തൊട്ടിൽ മുതൽ കട്ടിൽ വരെയുള്ള, ആദ്യം മുതൽ അവസാനം വരെയുള്ള സർവ്വ സംഭവങ്ങളെ പറ്റിയിട്ടും ഈ ലോകത്ത് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മിയായ ഒരു പ്രവാചകൻ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് വരാനുണ്ട്. യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലുമെല്ലാം അതിനെ പറ്റിയിട്ടുള്ള പരാമർശമുണ്ട്. വേദപുസ്തകങ്ങളെ പറ്റി നമ്മൾ പഠിക്കണം. തൗറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥം പ്രധാനമായിട്ടും 5 എണ്ണമാണ്. പഴയ പുസ്തകം, പുതിയ പുസ്തകം. പഴയ പുസ്തകം അത് ഇന്നെല്ലാം കാലഹരണപ്പെട്ടു പോയി. പഴയ പുസ്തകം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ 5 എണ്ണമാണ്. ഒന്ന് ഉൽപ്പത്തി, അതുപോലെ തന്നെ പുറപ്പാട്, സംഖ്യാപുസ്തകം, അതുപോലെ തന്നെ ലേഖ്യ പുസ്തകം, ആവർത്തനം. ഇങ്ങനെ 5 എണ്ണമാണുള്ളത്. അതിൽ ഉൽപ്പത്തിയിലും എല്ലാത്തിലുമൊക്കെ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സമയക്കുറവുള്ളത് കൊണ്ട് അതിലേക്ക് കൂടുതലായി ഞാൻ കടന്നു പോകുന്നില്ല. സൂറത്തുൽ അറാഫിന്റെ 157-ാമത്തെ ആയത്തിലൂടെ പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്തിലും ഇൻജീലിലും ഒക്കെ പറഞ്ഞ പ്രവാചകന്റെ പ്രത്യേകത എന്താണ്? യഅ്മുറുഹും ബിൽ മഅറൂഫ്. അദ്ദേഹം നന്മ കൽപ്പിക്കുന്നയാളാണ്. അദ്ദേഹം സദാചാരത്തെ കൽപ്പിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ദുരാചാരത്തെ അദ്ദേഹം വിലക്കുന്നയാളാണ്. നല്ലത് അദ്ദേഹം കൽപ്പിക്കുന്നു, ജനങ്ങളോട് നന്മ ചെയ്യാൻ പറയുന്നു. നന്മയാണ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. തിന്മയ്ക്ക് എതിരായിട്ടാണ് അദ്ദേഹം ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അദ്ദേഹം നല്ല ഭക്ഷണത്തെയാണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത്. ശുദ്ധമായത് കഴിക്കാൻ, ഹലാലായത് കഴിക്കാനാണ് അദ്ദേഹം പറയുന്നത്. സംശുദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിനെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ മോശമായിട്ടുള്ളതിനെ അദ്ദേഹം ദുരാകരിക്കുന്നു. നിഷിദ്ധമായ ഭക്ഷണങ്ങൾ എന്ത് തന്നെയാവട്ടെ, ഹലാലായത് അനുവദനീയമായതിനെ മാത്രമാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത്. നിഷിദ്ധമായ ഒന്നിനെയും അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പ്രവാചകനാണ്. എന്നിട്ട് പറയുകയാണ് ഭാരങ്ങളുമായി പ്രയാസപ്പെട്ട് കഴിയുന്ന മനുഷ്യരുണ്ടല്ലോ, ജീവിതത്തിൽ ഒരുപാട് സംഭീതമായ സംഘർഷഭരിതമായ അവസ്ഥകളിലൂടെ കടന്നുപോയ ആളുകൾക്ക് സമാധാനത്തിന്റെ തിരുനാളവുമായി അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്നിട്ട് സമാധാനത്തിന്റെ സുന്ദരമായ സന്ദേശങ്ങൾ ബാലോകർക്ക് മുമ്പാകെ പഠിപ്പിക്കുന്ന നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. എന്നിട്ടോ അതുകൊണ്ട് തീർന്നില്ല. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഭാരമായി പ്രയാസകരമായിട്ടുള്ള കുരുക്കുകൾ, ആ കുരുക്കിന്റെ ചങ്ങലകളെ അദ്ദേഹം അഴിക്കുന്ന വ്യക്തിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്ന കാലഘട്ടത്തിൽ പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ തന്നെ എത്രയോ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായി കഴിഞ്ഞുകൂടിയിരുന്ന എത്രയോ ജനവിഭാഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അടിമ സമ്പ്രദായം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചനദ്രവ്യം കൊടുത്തിട്ട് അടിമകളെ മോചിപ്പിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ എത്രയോ ആളുകളെ നമുക്ക് ഉദാഹരിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെയുള്ള പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലദീന ആമനൂ വനസ്വറൂ, ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പ്രകാശോന്മുഖമായ ആ സുന്ദരമായിട്ടുള്ള ജീവിത ദർശനങ്ങളെ ആരാണ് പിന്തുടർന്നിട്ടുള്ളത്? ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശധാരയെ പിന്തുടരുന്നവരാരാണോ അവരെ വിജയിച്ചവരാണ്. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് വേദഗ്രന്ഥങ്ങളിലൂടെ മക്കയിലുണ്ടായിരുന്ന ജൂതരെ മനസ്സിലാക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് അവര് പഠിക്കുകയാണ്. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കി എത്രയോ ആളുകൾ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നതായിട്ട് കാണാവുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള എത്രയോ വ്യക്തികൾ മക്കയിൽ വന്നിട്ട് ഒരു ജൂതനായ മനുഷ്യൻ ഒരു ദിവസം താമസിക്കുകയാണ്.
അദ്ദേഹം മുസ്തദറക്കിൽ ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം രേഖപ്പെടുത്തുന്നതായി കാണാം. രാത്രി സമയമായപ്പോ അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്താൻ തുടങ്ങി. എന്നിട്ട് നേരം വെളുത്തപ്പോൾ അദ്ദേഹം വന്നുകൊണ്ട് മക്കയിലുള്ള ആളുകളോട് ചോദിച്ചു, യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശി സമൂഹമേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൺകുട്ടി ജനിച്ചിട്ടുണ്ടോ? അവരിങ്ങനെ അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു, പ്രത്യേകമായിട്ട് എന്തെങ്കിലും അലാമത്തുള്ള ഒരു കുട്ടിയാണോ, കുട്ടി ജനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അങ്ങനെ ഒരു കുട്ടി ജനിച്ചതായി അറിവില്ല. അബ്ദുള്ളയുടെ ഭാര്യയായ ആമിന പ്രസവിച്ചിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ളക്ക് ഒരു കുഞ്ഞുമോൻ പിറന്നിട്ടുണ്ടെന്നുള്ള വാർത്ത അറിയിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇമാം ഹാക്കിം രേഖപ്പെടുത്തിയതായി കാണാം. ആ സമയത്ത് ഇദ്ദേഹം ആ കുട്ടിയെ കാണണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഹിശാം ഇബ്നു വലീദ് ഇബ്നു മുഗീറ, അതുപോലെ തന്നെ മുസാഫിർ ഇബ്നു അബി അംർ, ഉമൈർ ഇബ്നു ഹാരിസ് ഇബ്നു അംർ, ഉസൈദ് ഇബ്നു ഹാരിസ് എന്ന് തുടങ്ങിയിട്ടുള്ള വ്യക്തികൾ, അവരോടൊപ്പം ഇദ്ദേഹം പോവുകയാണ് ആ കുട്ടിയെ കാണാൻ. ആ കുട്ടിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ കുട്ടിയുടെ മുതുകൊന്ന് കാണണം, പ്രവാചകനാണോ എന്നറിയാൻ വേണ്ടിയാണ്. ഇന്നത്തെ ഈ ദിവസം ഞാൻ വേദം പഠിച്ച വ്യക്തിയാണ്. ഇന്നത്തെ ഈ ദിവസം നക്ഷത്രങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്നത്തെ ഈ ദിവസത്തിൽ ജനിച്ചിട്ടുള്ള കുട്ടി പ്രവാചകനാണെന്നാണ്. അങ്ങനെ ഇദ്ദേഹം എല്ലാവരോടൊപ്പം ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്നവരുടെ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവിന്റെ വീട് ലക്ഷ്യമാക്കിയിട്ട് നടക്കുകയാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ മുതുക് പരിശോധിച്ചിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അടയാളം ഖാതമുൻ നുബുവത്ത് അത് മനസ്സിലാക്കുകയാണ്. അങ്ങനെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് അറിഞ്ഞ സമയത്ത് ഈ മനുഷ്യൻ ബോധം കെട്ട് വീഴുകയാണ്. അദ്ദേഹം അവിടെ ബോധം കെട്ട് വീണു. ബോധം വന്ന സമയത്ത് ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പരിതപിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ബനൂ ഇസ്രായേലുകാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇതുവരെ പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ വന്നത് ഞങ്ങളിലേക്കായിരുന്നു. ഞങ്ങളിൽ നിന്നുകൊണ്ട് ഖുറൈശികളിലേക്ക് ആ പ്രവാചക പരമ്പര നീക്കപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് പ്രയാസം വന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ കാണാവുന്നതാണ്. സീറത്ത് ബനീ ഹിശാം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 190-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പായിട്ട് ഒരു ജൂതനായ വ്യക്തി അദ്ദേഹം എഴുതുകൊണ്ട് ആളുകളെ വിളിക്കുകയാണ്, യാ മഅ്ശറ യഹൂദ്, യഹൂദികളെ നിങ്ങൾ എല്ലാവരും വരുവീൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിളിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ രാത്രി ദിവസത്തിൽ ഇന്നത്തെ ഈ ദിവസത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ആ കുട്ടി പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കടന്നു വരുവീൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചു കൊണ്ടുപോയിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തെ പറ്റിയിട്ട് മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് എല്ലാ വേദ ഗ്രന്ഥങ്ങളിലും പരാമർശമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് ഓരോ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു, ഒരു പ്രവാചകൻ വരാറുണ്ടെന്ന്. नूर की कतार है वो अर्श की इख्तियार है वो इतने प्यार कर नबी 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 हबीब തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരുടെയും പ്രവാചകനായി ഈ ലോകത്തേക്ക് കടന്നു വന്ന ആ പുണ്യ പ്രവാചകനെ പറ്റിയിട്ട് മുന്നറിയിപ്പ് നൽകാത്തവരാരുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് 1000 വർഷം മുമ്പ് ഒരു രാജാവ് ജീവിച്ചിരുന്നു, യമനിലെ തുബ്ബ രാജാവ്. ഇബ്നു ഹിശാമും അതുപോലെ തന്നെ ഇബ്നു ഇസ്ഹാഖും എല്ലാം രേഖപ്പെടുത്തുന്നതായിട്ട് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആ തുബ്ബ രാജാവ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന വലിയ ഒരു പടത്തലവനായിരുന്നു. മശ്രിഖ് മുതൽ മഗ്രിബ് വരെ അടക്കി ഭരിച്ചയാളാണെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന് 1,33,000-ഓളം കുതിരപ്പടയാളികൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എവിടെയെങ്കിലും
പോകുമ്പോൾ 1,33,000 വരുന്ന കുതിര പടയാളികൾ അദ്ദേഹത്തെ അനുഗമിക്കാറുണ്ടായിരുന്നു. അതുപോലെ 1,13,000 വരുന്ന കാൽപ്പടയാളികൾ അവര് ആ രാജാവിനോടൊപ്പം അനുഗമിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വലിയ അധികാരത്തിന്റെ ഉന്നതമായ ശ്രേണിയിൽ വിരാജിച്ചിരുന്ന ഈ തുബ്ബഅ രാജാവ് തന്റെ അനുയായികളും കൂടിയിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ 4,000 വരുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. അതിൽ 400 വരുന്ന ആളുകൾ അവരിങ്ങനെ സഞ്ചരിച്ച് യസ്രിബ്, മദീനയുടെ പഴയ പേര്, ആ ഭാഗത്തേക്ക് അങ്ങ് എത്തിയ സമയത്ത് ഈ പണ്ഡിതന്മാര് അവിടെ ജലാശയം കണ്ട ഭാഗത്ത് അവരിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവർ വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വരുന്ന സ്ഥലം ഇതാണെന്ന് അവർ വിളിച്ചു പറയുകയാണ്. ആ സമയത്ത് രാജാവ് ചോദിക്കുന്നു, ഈ സ്ഥലത്തിന് എന്താണ് പ്രത്യേകത? അപ്പൊ പറഞ്ഞു, മൂസാ തൗറാത്തിൽ പറഞ്ഞ പ്രവാചകൻ കടന്നു വരാനുണ്ട്, അദ്ദേഹം കടന്നു വരുന്ന പ്രദേശമാണിത്. ആ സമയത്ത് രാജാവ് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് 1 വർഷത്തോളം അവിടെ താമസിക്കുകയാണ്. പക്ഷേ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗ്രഹം ഉണ്ടായില്ല. അങ്ങനെ 400 മണിമന്ദിരങ്ങൾ അവിടെ പണിയുന്നു. ഈ പണ്ഡിതന്മാരോട് അവിടെ താമസിക്കാൻ പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്ന മാത്രയിൽ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ കാണണം, എന്നിട്ട് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു കത്ത് തരാം, അത് അദ്ദേഹത്തെ ഏൽപ്പിക്കണമെന്ന് പറയുകയാണ്. എന്നിട്ട് അതിൽ എഴുതിയിരിക്കുകയാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖദ് ആമൻതു ബില്ലാഹി വബികിതാബിഹി വബിജമീഇ മാ അൻസലല്ലാഹു ഇലൈക. നിങ്ങൾ കൊണ്ടുവരുന്ന ആ തത്വസംഹിത, അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ കൊണ്ടുവരുന്ന മാനിഫെസ്റ്റോ, ആ പ്രകടന പത്രിക ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ എന്താണോ കൊണ്ടുവരുന്നത് അത് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു, അവന്റെ കിതാബിൽ ഞാൻ വിശ്വസിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് എന്തെല്ലാം ഇറക്കിയിട്ടുണ്ടോ അതിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ കടന്നു വരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സെങ്ങാനും നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മന്ത്രിയായിട്ട് ഞാൻ, നിങ്ങളുടെ തോഴനായി, നിങ്ങൾ എന്ത് പറയുന്നു അത് കേൾക്കാൻ തയ്യാറായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ അടക്കി ഭരിച്ചിരുന്ന യമനിലെ തുബ്ബഅ രാജാവ് പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 1000 വർഷം മുമ്പ് കത്തെഴുതുകയാണ്. എന്നിട്ട് 400 രമ്യ ഹർമ്മങ്ങൾ അവിടെ പണി കഴിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 1 കൊല്ലം കഴിഞ്ഞ് രാജാവ് പോയി, കൂടെയുള്ള പണ്ഡിതന്മാർ അവിടെ ഇങ്ങനെ താമസിക്കുകയാണ്. അവരാണ് ബനൂ നജ്ജാർ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട ഗോത്രം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ കാലം കഴിഞ്ഞു പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനത്തേക്ക് കടന്നു വന്നപ്പോൾ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരും വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു അക്ബർ, ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ, ജാഅ റസൂലുള്ളാഹ്, ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഅെന്ന് പറഞ്ഞ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ ഓരോരുത്തരും അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ഒട്ടകത്തിന് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്, അതനുസരിച്ചുകൊണ്ട് ആരുടെ വീടിന്റെ മുമ്പിലാണോ മുട്ടുകുത്തുന്നത് അവിടെ ഞാൻ ഇറങ്ങാമെന്ന് പറയുകയാണ്. അങ്ങനെ ഒട്ടകം നേരെ പോയത് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്തേക്കാണ്. ആരാണ് അബൂ അയ്യൂബുൽ അൻസാരി എന്നറിയുമോ? ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലാണ്
ഈ തുബ്ബ രാജാവ് കത്ത് ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ പിന്മുറക്കാരനായി കടന്നു വന്നയാളാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ആ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി താമസിച്ചത്. അതിനുശേഷം ഇബ്നു ഹിശാം രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ തഖബഖാത്തുൽ കുബ്ര പോലെയുള്ള ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാവുന്നതാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള കത്ത് അബൂ ലൈല എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിലായിരുന്നു. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അബൂ ലൈലയെ കണ്ടപ്പോൾ ചോദിച്ചു, ഐന റിസാല, എവിടെയാണ് കത്ത്? അദ്ദേഹം ചോദിച്ചു, ഏത് കത്ത്? അപ്പൊ പറഞ്ഞു, തുബ്ബ രാജാവ് തന്ന കത്തുണ്ടല്ലോ, ആ റിസാല എനിക്ക് തരാൻ വേണ്ടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, 1000 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം സ്വർണം ഉരുക്കി ഒഴിച്ചിട്ട് ഒപ്പിട്ട തുബ്ബ രാജാവിന്റെ ആ കത്ത് പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1000 വർഷം മുമ്പ് തുബ്ബ രാജാവ് ആ പണ്ഡിതന്മാർക്ക് സമ്മാനിച്ച 400 മണിമന്ദിരങ്ങൾ, ആ 400 മണിമന്ദിരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ പാരമ്പര്യമായി കടന്നു വന്നിട്ടുള്ള ആളുകളാണ് ഇന്ന് മദീനത്തുള്ളത്. ബനൂ നജ്ജാർ ഗോത്രക്കാർ, അബൂ അയ്യൂബുൽ അൻസാരിയുടെ റളിയല്ലാഹു അൻഹുവിന്റെ, അതുപോലെ തന്നെ ഹസ്റജ് ഗോത്രക്കാർ, ഇവരെല്ലാം യമനിലെ തുബ്ബ രാജാവിന്റെ പാരമ്പര്യമാണ് ഇന്ന് നമുക്ക് ലഭ്യമാണ്. അജുവയിൽ വെച്ച് ഏറ്റവും നല്ലത് മദീനയിലാണ്. എന്നാൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, അജുവയാണെന്ന് പറഞ്ഞിട്ട് പറ്റിക്കപ്പെടാറുണ്ട് പല ആളുകളും. പ്രിയപ്പെട്ടവരെ, ആ അജുവ എന്ന് പറയുന്ന ഫലഭൂയിഷ്ഠമായ ഈത്തപ്പഴം തുബ്ബ രാജാവും കൊണ്ടുവന്നിട്ട് യമനിൽ നിന്ന് കൊണ്ടുവന്ന് വച്ചതാണെന്ന് ചരിത്രങ്ങളിൽ നോക്കിയാൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. وإذ قال عيسى ابن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد. സൂറത്തു സഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആ പുണ്യ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഏതെല്ലാം പ്രവാചകന്മാർ ലോകത്ത് കടന്നു വന്നിട്ടുണ്ടോ അവരെല്ലാവരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ച സ്ഥലം അതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൽ മദീനത്തു അഫ്ളലു മിൻ മക്ക, മക്കയെക്കാളും ശ്രേഷ്ഠതയുള്ളത് മദീനക്കാണെന്നാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ജഅൽ ഫിൽ മദീന, അല്ലാഹുവേ പടച്ചവനേ മദീനയിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി മക്കയേക്കാൾ കൂടുതൽ ബറക്കത്ത് നൽകണേ എന്ന് ദുആ ചെയ്ത ദുആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിക്കുന്നതായി കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ച സ്ഥലത്തിനും അവിടുത്തെ ജീവിതത്തിനും എല്ലാത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവരാണ് മഹാന്മാരായ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും. ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് മദ്ഹ് പാടിയവരാണ്. ഇന്ന റസൂല ലസൈഫുൻ യുസ്തദാഉ ബിഹി എന്ന് തുടങ്ങിയിട്ട് പ്രവാചകരെ മദ്ഹ് ചെയ്തുകൊണ്ട് ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ബാനത്തു സുആദ് രചിച്ച സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ അവിടത്തേക്ക് മദ്ഹ് പാടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു മിമ്പർ തന്നെ, ഒരു സ്ഥലം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പുണ്യ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങളും പ്രകീർത്തനങ്ങളും നമ്മൾ പാടി പുകഴ്ത്തുവാനും അവിടുത്തെ ഉന്നതമായ ഉദാത്തമായ ജീവിത ദർശനത്തെ മുറുകെ പിടിക്കുവാനും അവിടുത്തെ കാണിച്ചു തന്ന ആ സുന്ദരമായ തത്വസംഹിതകൾ മാനവർക്ക് മുമ്പാകെ നമ്മൾ പ്രദർശിപ്പിക്കുവാനോ പ്രചരിപ്പിക്കുവാനോ ഈ പുണ്യമായ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ തയ്യാറാവുക.